പൊന്നെ പോൾ വാക്കറിൻ്റെ ഫാൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും പോകും. ഗൈസ് ഡിഫൻഡർ ഇപ്പം നമ്മൾ രണ്ടാമത്തെയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്ത് രസമുള്ള കാണാൻ. ഹലോ എവരിവൺ, ഇറ്റ്സ് മിരിച്ചസ് കൊച്ചിക്കാരി ചൈതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിപ്രാന്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ്. ബിക്കോസ് വേറൊന്നുമല്ല, ഞാൻ ഒരിടക്ക് മിനിയേച്ചർ കാസൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പലരും വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ മിനിയേച്ചർ കാസൊക്കെ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കുറേ പേരുടെ അടുത്ത് മിക്കപ്പോഴും വന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ മിനിയേച്ചർ കാസ് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് ആ ഷോപ്പിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ച് വന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്നുള്ളത്. അപ്പോൾ ഒരുപാട് മിനിയേച്ചർ കാസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത് ന്യൂ വെറൈറ്റി ഫാൻസി ആൻഡ് ടോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞാൻ മിനിയേച്ചർ കാസൊക്കെ വാങ്ങിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോഴത്തേക്കും ഇത് കാറായിരുന്നു, ഏതോ ഒരു മസ്താങ്ങാണ് ഏതോ ഒരു കാർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് സ്റ്റോറി ഇട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള നമ്മളുടെ കുഞ്ഞി മിനിയേച്ചർ കാസിൻ്റെയൊക്കെ കളക്ഷൻസൊക്കെ കാണിച്ചിട്ടുള്ളതായിരിക്കുന്നുണ്ടോ. ഡിഫൻഡറൊക്കെ നല്ല അടിപൊളി സാധനം. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ടോ, ഡോർ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ വന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഇവിടെ നമുക്ക് കാസ് മാത്രമല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട. കാസ് മാത്രമല്ല, നമുക്ക് ഈ കുഞ്ഞു പിള്ളേരുടെയൊക്കെ ഇങ്ങനത്തെ ടോയ്സൊക്കെ ഇല്ലേ, പട്ടികളെ പോലത്തെ പട്ടികൾ, പിന്നെ പൂച്ചകൾ, അങ്ങനത്തെ ടോയ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ കാസും അവൈലബിൾ ആണ്. കാസ് ഇപ്പോൾ ഇത് മാത്രമല്ല, ദേ അവിടേക്ക് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറേ ഇരിക്കുന്നുണ്ട്. ഇതുണ്ടോ, നമ്മുടെ റാംഗ്ലറാണ്. അതുപോലെ തന്നെ ഇതേ ട്രക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പേരെന്തായിരുന്നു, പേരെനിക്ക് അറിയാൻ പാടില്ല, അറിയുമെന്ന് എനിക്ക് പറഞ്ഞു തന്നെ. ഈ വണ്ടികളൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹെവി ലൈസൻസ് എടുക്കാൻ പോവുകയുള്ളൂ. അപ്പോൾ നമ്മളിനി ഓരോന്നായിട്ട് നമ്മളിനി എടുക്കാനായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ JCB, ഫോർക്ക് ലിഫ്റ്റ് അങ്ങനത്തെ വണ്ടികളൊക്കെ നമ്മളിനി ലൈസൻസ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ വണ്ടികളൊക്കെ കണ്ടപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ. ഒരു സെക്കൻഡേ, ഓ ഫുള്ളി സാധനം എനിക്കിഷ്ടപ്പെട്ട്. ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ നമ്മൾ ഒരു വണ്ടി വാങ്ങിച്ച് മോഡിഫൈ ചെയ്ത് പോകും. എനിക്കിത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്നറിയോ, നമ്മുടെ ബാബ്സിൻ്റെ മോൺസ്റ്റർ ട്രക്കില്ലേ, അതെനിക്ക് ഓർമ്മ വന്നത്. കാരണം ഈ ഒരു ഷേപ്പും പിന്നെ ഈ ടയേഴ്സും ഒക്കെ കൊണ്ടേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ ഡിഫൻഡർ എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. നമ്മുടെ G-Wagon നോക്കി, G-Wagon ടയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടോ G-Wagon. ഞാൻ അപ്പുറത്ത് വരുന്നതായിരിക്കും നല്ലത്, അതാകുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ മോഡിഫൈ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോട്ടത്, കൊള്ളാലേ. മിനിയേച്ചർ കാസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾ വണ്ടികൾ മോഡിഫൈ ചെയ്യൂ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു ഷോപ്പിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് നമ്മുടെ രജീഷ് ചേട്ടനാണ്. അപ്പോൾ ഓൾറെഡി ചേട്ടൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് അല്ലേ? ഞാൻ ഏറില്ലാന്ന് അറിഞ്ഞില്ലേ? ഓക്കെ, അപ്പോൾ ചേട്ടൻ ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ എന്താ പറയുക, കുറേ വൈഡ് വെറൈറ്റീസ് കാസും എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഏതാണ്, ഇതാണോ? പുതിയത് BMW ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ്? ഓക്കെ, ആ തുറന്ന് ജസ്റ്റ് കാണിച്ചോ, അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കാണാമല്ലോ. ഒരെണ്ണം നമ്മൾ തുറന്ന് കാണിച്ചു തരാവേ. ഇതിപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. ഓ എൻ്റെ അമ്മോ, എൻ്റെ കർത്താവേ, പുള്ളി സാധനം. ഗൈസ്, ഇതിൻ്റെ ഡിക്കി പിന്നെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ആവും കേട്ടാ, ഫുൾ ഡോർ ഓപ്പൺ ആണ് കേട്ടോ. ബോണറ്റ് വരെ ഓപ്പൺ ആക്കാല്ലേ. ആരെങ്കിലുമൊക്കെ BM ഒക്കെ ഓരോന്നായിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. നമ്മുടെ ആ കീ സാധനം ഡോറ് തുറക്കാനുള്ളതാണ് കേട്ടതേ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തുറക്കാൻ വേണ്ട, ഞാൻ കൈ കൊണ്ട് തന്നെ തുറക്കുന്നതായിരിക്കും നല്ലത്. ചേട്ടൻ തന്നെ കണ്ടല്ലോ. ആരെങ്കിലുമൊക്കെ BM ഇനി റീസെൻ്റ്ലി എടുക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം മേടിച്ച് നിങ്ങളുടെ കാറിൽ വെച്ചോട്ടോ.
ആയി നല്ല ഹൈ ക്വാളിറ്റി സാധനം എന്നാണെങ്കിൽ പറയാം. നല്ല അടിപൊളി ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് ഗൈസ്, അടുത്ത ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പോകുന്നത് മസ്ഡ. ഇതെങ്ങനെയുണ്ട്? കലക്ക സാധനമല്ലേ. പിന്നെ ഏതാണ് ഏട്ടാ? ഇതല്ലേ? എൻ്റെ പൊന്നെ, പോൾ വാക്കറിന്റെ ഫാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും പോകും. എന്ത് രസമാണ്, ഭയങ്കര അടിപൊളി ഫിനിഷിങ് ഉണ്ടോ. പെയിന്റ് ഒക്കെ നോക്കി നിങ്ങൾ, ഗ്ലിറ്ററിങ് ഉണ്ടോ? ആ GTR ഉണ്ടാ നമ്മുടെ BM-ന്റെ ഉള്ളിൽ നിന്ന് ഒരു ഇത് കിട്ടിയിട്ടുണ്ടേ. ഓക്കെ, ഇതൊക്കെ പുതിയത് ഇപ്പൊ വന്നതാണോ ഗൈസ്? ഇതൊക്കെ ഉണ്ടോ നിങ്ങൾ മേടിച്ചിട്ട് വണ്ടിയുടെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നേരെ കൊണ്ട് ഷോക്കേഴ്സിൽ വെച്ചാൽ മതി. ഉണ്ട് ഇത് അതുപോലെ തന്നെ കവറോട് കൂടിയിട്ട് മസ്താങ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കൊണ്ട് വെച്ചാൽ മതി. വേറെ പൊടിയും കാര്യങ്ങളൊന്നും പിടിക്കില്ല. കണ്ട, അത്രയും സെക്യൂർ ആയിട്ടാണ് വരുന്നത്. പാക്ക് ചെയ്ത് വെച്ചേക്കണം കേട്ടോ ഇതൊക്കെ. എൻ്റെ അമ്മോ, എന്ത് രസമാണ് ഇതൊക്കെ കാണാനായിട്ട്. നമുക്ക് ഓടിക്കാനോ പറ്റാറില്ല, നേരിട്ട് കണ്ടിട്ടുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക അനുഭൂതി. കുറേ ഉണ്ട് കേട്ടോ ഇത്. ഇതൊക്കെ പുതിയത് വന്നതാണ് കേട്ടോ. ഇതൊക്കെ ഈ പെയിന്റ് കൊള്ളാല്ലേ? ഇത് ഈ പെയിന്റ് കൊള്ളാം. ഡുവൽ ഷെയ്ഡാണ്. എന്നാൽ ഒരു വൈലറ്റും പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ കളറും കൂടെ. എന്നാൽ ഇങ്ങനെ കണ്ടാ എനിക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ പാടില്ല, ഡുവൽ ഷെയ്ഡിൽ വരുന്നത്. ഇനി ഏതാ? GTR. എൻ്റെ പൊന്നോ, കലക്ക സാധനമില്ല. ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം നല്ല അടിപൊളി സാധനങ്ങൾ. അടുത്തത് കാണിച്ചരാവേ. റോൾസ് റോയ്സ് ആൻഡ് BM XY. ഇനി പെൺകുട്ടികൾക്കൊന്നുമില്ലേന്ന് ഓർത്തിട്ട് ആരും പേടിക്കണ്ട. ഇവിടെ നമുക്ക് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നമ്മളെപ്പോലെയുള്ള മുതുക്കന്മാർക്ക് വരെയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. കാരണം നമുക്ക് കാറ് വണ്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രാന്തമുള്ളതുകൊണ്ടിട്ട് കുഴപ്പമില്ല. അപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് മുതൽ വലിയ ആളുകൾക്ക് പറ്റിയ വണ്ടികൾ വരെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അടുത്തത് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് G-Wagon ആണ്. G-Wagon നമ്മൾ ചെറുത് കാണിച്ചിട്ടുണ്ടായിരുന്നു, വലുത് കാണിച്ചരാട്ടാ. ഇതൊക്കെ റീസെൻ്റ്ലി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പുതിയ വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ. മോഡിഫൈഡ് G-Wagon. എൻ്റെ അമ്മോ, വണ്ടി കണ്ടിട്ട് തന്നെ പുതിയതാണ്. ബോണറ്റ് പറയാൻ തുറക്കാൻ പറ്റും. കണ്ടോ, G-Wagon കംപ്ലീറ്റ് ഡോസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ബാക്കിലത്തെ ഡിക്കി ഡോറ് കണ്ട, ഇതുവരെ നമുക്ക് ഓപ്പൺ ചെയ്യാം. നല്ല ഫിനിഷിംഗ് ആണ് എല്ലാം. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതുണ്ട്, കളർ ഷെയ്ഡും കാര്യങ്ങളൊക്കെ നോക്കി ഗ്ലിറ്ററിങ് ആയിട്ടുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. കുഞ്ഞു മിറർ വരെ ഉണ്ട്. ഇത് കണ്ട, അത്രയും ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ മിനിയേച്ചർ കാസിൻ്റെ ആക്ച്വലി എനിക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാറ് വാങ്ങിക്കണമെന്ന് തോന്നി. എൻ്റെ എന്താ പറയുക, റിയൽ ഉള്ള കാസ് ചിലപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മളുടെ ആഗ്രഹങ്ങൾ തീർക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞു കാസ് വാങ്ങിക്കുക. നമ്മുടെ ഷോക്കേസ് നമ്മൾ നിറയ്ക്കുക, അതൊക്കെയാണ് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത് ഇപ്പം. പക്ഷെ വാങ്ങിക്കുക, ഓ ചേട്ടനാണെങ്കിൽ വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവന്നത്. ഓക്കെ, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുള്ള ഗൈസ്, കാരണം നമ്മളിത് കണ്ടിങ്ങനെ ആസ്വദിച്ച് പോകും. കണ്ടോ, വേറെ ഉണ്ടേ, അടുത്തത് കാണിച്ചരാവേ. നിങ്ങൾക്കെല്ലാം ഞാൻ കാണിച്ചു കണ്ടോ. ആ പഴയ ബെൻസ്. അടുത്തത്
അതിൻ്റെ തന്നെ വേറെ കളറാണ് കേട്ടോ ഇത്. അതിൻ്റെ ആ സിൽവറാണ്, അതിൻ്റെ തന്നെ വേറൊരു പിങ്ക് കുറച്ച് ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള കളറ്. ഇല്ല, ഞാൻ വേറൊരു പേര് പറയാനാണ് വന്നത് ഇതിൻ്റെ കളറിൻ്റെ കേട്ടോ. പിന്നെ അടുത്തത് ഡോഡ്ജ്. കണ്ടിട്ട് പുതിയതാണ് കൈ, സത്യം കിട്ടും. ഇതെല്ലാം കൂടെ മേടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ഇതില്ല ഇപ്പം എൻ്റെ കയ്യിൽ. അതുകൊണ്ട് നമ്മൾ കുഞ്ഞു കാശ് മാത്രമേ മേടിക്കുള്ളൂ. ബൈക്സ് ഒക്കെ ഉണ്ട് കേട്ടോ, കാറ് മാത്രമല്ല ബൈക്കും നമുക്ക് അവൈലബിൾ ആണ്. ഇത് അവിടെ എവിടെയോ ഞാനൊരു ഡുക്കാട്ടി ഞാൻ കണ്ടായിരുന്നു, എവിടെയാണെന്നാവോ? ആ അതേനാ ഡുക്കാട്ടി ഉണ്ട്, ഡുക്കാട്ടി. ഇതേ ആ ഓക്കെ. പക്ഷെ എൻ്റെ അമ്മോ, കാറ് പ്രാന്തന്മാർക്കും കാറ് പ്രാന്തികൾക്കും മാത്രമല്ല ബൈക്ക് പ്രാന്തന്മാർക്കും പ്രാന്തികൾക്കും പറ്റിയ വണ്ടികൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. വേറെ ഉണ്ട്, ഇത് കുറേ ഉണ്ട് ഗൈസ്. ഇത് ഇന്നൊന്നും തീരത്തില്ല, അതിന് മാത്രം ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ചധികം കുഞ്ഞി കാസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അത് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും അതിനേക്കാളും കുറച്ച് തീരെ പൊടിയായിട്ടുള്ള കാസ് നമുക്ക് അവൈലബിൾ ആണ്. സെറ്റായിട്ടൊരു 4 എണ്ണമൊക്കെ അല്ലെങ്കിൽ ഒരു 6 എണ്ണോ 5 എണ്ണമൊക്കെ വരുന്നതുണ്ട്. കണ്ട ഇങ്ങനത്തേക്കാ. എന്നാലും നമ്മൾ നേരെ ഇങ്ങോട്ട് വരത്തുള്ളൂ. കണ്ട നമ്മളെപ്പോഴും പിടിക്കുമ്പോഴത്തേക്ക് ഹൈടെക്കിൽ മാത്രമേ നമ്മൾ പിടിക്കാറുള്ളൂ. അതാണ് കണ്ട. ഓക്കെ, ഇത് റോൾസ് റോയ്സ് ആണ് കേട്ടോ. വേറെ ഉണ്ട്, ഇതിൻ്റെ അടിയിൽ കുറേ ഉണ്ട്. എന്താ സൂപ്പർ കാസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഉണ്ടാവും അല്ലേ? എന്താ ഇത്? ഈ സെക്ഷൻ മൊത്തം എനിക്കൊന്നും റോൾസ് റോയ്സ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. യെസ്, ഇവിടെ അത് തന്നെ റോൾസ് റോയ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചിട്ട്, ഇത് ഞാൻ വന്നപ്പോൾ നോട്ടിട്ട് വെച്ചേക്കണ സാധനം കേട്ടോ. ഇത് നമ്മുടെ G-Wagon. അത് കുറച്ചധികം ഇങ്ങനെ മോഡിഫൈ ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് 4 ഡോസും ഓപ്പൺ ആണേ. കണ്ടല്ലോ. പിന്നെ ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഇതിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. കണ്ട എൻജിൻ വരെ നമുക്ക് കാണാൻ പറ്റും. കൊള്ളാട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ മോഡിഫൈ ചെയ്യണമെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാം. അങ്ങനത്തെ കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇവിടെ വേറെ കുറേ വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച വണ്ടികളുണ്ട്, കണ്ട ബെൻസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡുക്കാട്ടിയുടെ വണ്ടികൾ ഇരിക്കുന്നുണ്ട്. ഇവിടെയും കുറേ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റൊന്നും നമുക്ക് എല്ലാത്തിൻ്റെയും ഇപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. അടുത്തത് ഇതൊക്കെ നിങ്ങൾ എവിടെ നിന്നൊക്കെ കൊണ്ടുവരണേ? എല്ലാ അടിപൊളി സാധനം. അപ്പം നമ്മളുടെ ഷോപ്പിൻ്റെ ഓണറാണ് കേട്ടോ. ഓക്കെ, 2 പാർട്ട്നേഴ്സ്. ഇനിയുണ്ടാ? തീർന്നിട്ടില്ല? എൻ്റെ ദൈവമേ, ഇതിവിടെ തീരില്ല ഗൈസിൻ്റെ മുകളിൽ ഒരു സെക്ഷനും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാവേ. എവിടെയാണ്? ഓക്കെ, ഇഷ്ടമുള്ളത് നോക്കാം. വാ, നമുക്കിനി മുകളിൽ ഇതുണ്ടല്ലോ. ഇത് മനഃപൂർവ്വം നമ്മൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പ് മുതലേ ഇവർ വണ്ടികൾ വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയേ. ഈ സാധനം എൻ്റെ കയ്യിൽ ഒരെണ്ണൊരിപ്പുണ്ട് കേട്ടാ. ഇത് അല്ലേ നമ്മുടെ കയ്യിൽ ഒരെണ്ണൊരിപ്പുണ്ട് ഈ ഒരു വണ്ടി. പിന്നെ അതിൻ്റെ തന്നെ വേറെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മറ്റേ നമ്മളുടെ ഓഫ് റോഡിങ്ങിന് കൊണ്ടുപോകുന്ന പോലത്തെ സാധനമില്ലേ? ഈ വണ്ടികൾ കാണുമ്പോൾ എനിക്ക് സത്യം പറയാമല്ലോ, എനിക്ക് ബാബ്സിനെ ഓർമ്മ വരാം. ബാബ്സിൻ്റെ മോൺസ്റ്റർ ട്രക്കുമാണ് എനിക്ക് ഇങ്ങനത്തെ വണ്ടികൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അത് മേ ബി നമ്മൾക്ക് ആ ഒരു ചെറുപ്പത്തിലെ നമ്മുടെ മനസ്സിലേക്ക് കയറിയതുകൊണ്ടായിരിക്കും ആ വണ്ടിയൊക്കെ. കാരണം ആ വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരംഗം സൃഷ്ടിച്ചിരിക്കുന്ന വണ്ടികളാണ്. കേരളത്തിലെ ആദ്യത്തെ മോൺസ്റ്റർ ട്രക്ക് ആരുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബ്സിൻ്റെ എന്നേ പറയുള്ളൂ. ഇതിപ്പോൾ മറ്റേ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് കളിക്കാൻ പറ്റുന്ന സാധനങ്ങളില്ലേ? ഇതൊക്കെ ഞാൻ കുറേ വാങ്ങിച്ചിട്ടുണ്ട് പണ്ട്. ഇങ്ങനെ ഓരോ പ്രാന്താന്ന് പറഞ്ഞാൽ നമ്മൾ 2 വള വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മളൊരു കാറ് വാങ്ങിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മറ്റേ റിമോട്ട് കാറൊക്കെ ഇല്ലേ, അതൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ
കാറിൻ്റെ ടയർ വേറെ, റിമോട്ട് വേറെ ഒക്കെ ആയിട്ട് കിടക്കുന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെയും കുറേ കളക്ഷൻസ് ഉണ്ട്. ഇത് ഞാൻ കുറേ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സാധനത്തിന്, ഈ ജിറാഫിന്. എന്താണ് ഇതിൻ്റെ ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. ആ മനസ്സിലായി, ഇതിങ്ങനെ യെസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ മതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന പോലത്തെ ടൈപ്പ് അല്ലേ? അത് ഇങ്ങനെയോ? അയ്യോ ഇങ്ങനെ വലിക്കണതാന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ പക്ഷെ വീഡിയോ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ. ചൊപ്പറ്റ് അതുപോലെ ഉണ്ട്. ഇത് കൊള്ളാല്ലേ? ഇഷ്ടപ്പെട്ട്. അയ്യോ ഇല്ല ഇത് സിമ്പിളായിട്ട് തന്നെ സെറ്റ് ചെയ്യാം. കുറേ ഉണ്ട് കേട്ടാ. നമുക്ക് ഈ പിള്ളേർക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എന്താണ് ഡ്രോയിങ് ചെയ്യാനൊക്കെ പറ്റിയ ബുക്കും പേനയും കാര്യങ്ങളും അങ്ങനെ സെറ്റായിട്ട് വരുന്ന സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾക്കും ഒക്കെ പറ്റിയ കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ചേട്ടാ എനിക്ക് ഇതൊന്ന് വെക്കണ്ടേ? കിച്ചൺ സെറ്റിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്കെന്നാലും ഇതേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സെറ്റായിട്ട് നമുക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണിത്. ഒരു 6 കാസ് ഒരുമിച്ചായിട്ട് സെറ്റായിട്ട് കിട്ടണം. പ്ലെയിൻ ഇതൊന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കാറ് തന്നെയാണല്ലോ. അതേന് എന്താ ഇത് ഇങ്ങനെ ബൾക്കായിട്ടൊക്കെ ഒരെണ്ണമൊക്കെ ആയിട്ട് മേടിക്കാൻ ടാസ്ക് ഉള്ളവർ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഒരു കാറിന് തന്നെ ഒരു 3-4 വെറൈറ്റി കളറിൽ നമുക്ക് കാറ് കിട്ടും. ഗൈസ് ഇനി റോട്ടിൽ കൂടെ മാത്രമല്ല ആകാശത്ത് കൂടെ പറക്കുന്ന ഹെലികോപ്റ്റർ വരെയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് സെൻസർ പ്ലെയിൻ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അല്ലേ? സെൻസർ പ്ലെയിൻ അല്ല, ഇത് ഹെലികോപ്റ്ററാണ്. സോറി ഗൈസ്. ഉണ്ട് അതിനുള്ള റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒറിജിനൽ പറക്കില്ല ഏട്ടാ, ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ പറക്കും. ഇനി റോട്ടിൽ കൂടെയും അതുപോലെ തന്നെ എന്താണ് ആകാശത്ത് കൂടെ മാത്രമല്ല വെള്ളത്തിൽ കൂടെ പോണ സാധനം വരെ ഉണ്ട്. കണ്ട എന്താ പെട്രോൾ ബോട്ട്സ്. യുദ്ധവിമാനമാണോ? യുദ്ധവിമാനം യുദ്ധവിമാനമല്ല, യുദ്ധക്കപ്പൽ. എൻ്റെ മനസ്സ് മൊത്തം ആ ഹെലികോപ്റ്ററാണ്. അതാണ്. കുറേ ഉണ്ട് ഇവിടെ. നമുക്കിങ്ങനെ പറയത്തക്ക വിധം, ഇങ്ങനെ എടുത്തു പറയത്തക്ക വിധം ഒരുപാട് സാധനങ്ങളുണ്ട് വെറൈറ്റി. ഈ നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്നതില്ലേ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞാൻ അവിടെ കണ്ടായിരുന്നു. ഇനി മുകളിലുണ്ട് കേട്ടാ ഗൈസ്. അമ്പോ ദേ കപ്പിൾസ് കൊള്ളാല. ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. അടുത്തൊരു ഫ്ലോറും കൂടെ ഉണ്ട്. എനിക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് കാസാണ് കേട്ടോ. ഇവിടെ കൂടുതലുള്ള റിമോട്ട് കാസാന്നാണ് പറഞ്ഞത്. പിന്നെ ഇങ്ങനത്തെ ടോയ്സൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. കണ്ട ഇത് കുറേ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ വരില്ല, ആ ഒരു ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചടപടേന്ന് വന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ്, കുഞ്ഞു മക്കൾക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് നമുക്കിവിടെ ഉണ്ട്. കണ്ട അതൊരെണ്ണം നോക്കാം, നല്ല രസമുണ്ട് കാണാൻ. പിക്കപ്പ് കളല്ലേ. വീഴോ? ഇല്ല. ഇതുപോലെ ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട്. ഇല്ലേ? ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിൻ്റെ ആ ടയർ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത്. ഗൈസ് ഡിഫൻഡറിൻ്റെ റിമോട്ട് കാറ്.
ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഭാഗ്യമാണ് സത്യത്തിൽ, കാരണം ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ നമ്മൾ താഴ്ത്ത് കണ്ട സെയിം സാധനം ഇതൊക്കെ ഇല്ലേ. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, ഞാനൊക്കെ ഇത് ഓൺലൈനിലാണ് വാങ്ങിച്ചത്. ഇത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്കേ വരുവുള്ളായിരുന്നു. ഞാൻ ഈ RC കാസൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഉള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ വന്ന് കുറേ മിനിയേച്ചർ കാസ് വാങ്ങിച്ചുകൊണ്ട് പോകും, പക്ഷേ ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങൾ ഇപ്പോഴാണ് കേട്ടോ ഞാൻ എൻ്റെ പൊക്കത്തേക്ക് കയറുന്നത്. വെറൈറ്റി സാധനങ്ങൾ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെയൊക്കെ മൊത്തം റിമോട്ട് കാസാണ്. ഇതൊക്കെ കുറേ ഉണ്ട്, കുറേ. എൻ്റെ അമ്മേ, കൊള്ളാല്ലേ. എല്ലാം ഒന്നിനൊന്നും മെച്ചം എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഇവളിത് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പറയാം, ശരിയായിരിക്കാം. ഇതിലും വെറൈറ്റീസ് ചിലപ്പോൾ എന്താണ് ഈ പറഞ്ഞ പോലെ വേറെ ഷോപ്പിലൊക്കെ ഉണ്ടാകുമായിരിക്കാം. എന്നാലും നമുക്കിത് കാണുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ സ്വർഗം തോന്നിപ്പോകും, നമുക്കറിയാതെ. ഇത് കൊള്ളാം, ഇത് കൊള്ളാം, ഇതെനിക്കിഷ്ടപ്പെട്ടു. റിമോട്ട് കാറാണേ. പക്ഷെ ഒരു ക്വാളീസ് വേണമായിരുന്നല്ലേ. ക്വാളീസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ കാറിൽ വെക്കായിരുന്നു ഒരു മിനിയേച്ചർ കാർ. ഇവിടെ കുറേ ഉണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് താഴത്തേക്ക് പോവാം. വീണ്ടും നമ്മൾ താഴത്തേക്ക് പോവാണ്. നമ്മൾ ഇത് നോക്കിയ ഗൈസ്, ഡ്രോൺ വരേണ്ടത് കണ്ടാ, കൊള്ളാല്ലേ. ഇതുണ്ടല്ലോ ഈ എന്താണ് ഓരോ കാസിൻ്റെ ഈ പാക്കറ്റിലുണ്ടല്ലോ എത്ര വയസ്സ് മുതലുള്ളവർക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. കണ്ട, 8 വയസ്സിന് മുകളിലുള്ളവർക്ക് എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ മിക്ക ടോയ്സിൻ്റെയും ബോക്സിൽ അത് എഴുതിയിട്ടുണ്ടാവും. അപ്പം അത് നോക്കിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ടോയ്സ് വാങ്ങിക്കാം. ഇനി അടുത്ത് ഏതെങ്കിലും കാസിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, കണ്ട 6+ ഏജ്, 6 വയസ്സിന് മേലുള്ളവർക്ക്. ഇത് കൊള്ളാട്ടാ, ഇത് കൊള്ളാം. ഇതുണ്ട് കീവ വെച്ചേക്കണ. ഇനി ചെണ്ട വേണോ? ചെണ്ടയും ഉണ്ട് ഇവിടെ. കുറേ ഉണ്ടല്ല, എന്തോരാണ്, തീരണില്ല. ഇത് കൊള്ളാല്ലേ വിഷ്ണു, നോക്ക്. ഗൈസ്, അപ്പം നമ്മൾ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ കാസ് മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി ഒരുപാട് കാസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്ന് കണ്ടില്ലേ. G-Wagon ഉണ്ട്, അതുപോലെ തന്നെ ഡിഫൻഡർ ഉണ്ട്. ഡിഫൻഡറൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, കലക്ക സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വണ്ടികളൊക്കെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ എറണാകുളം ബ്രോഡ്വേയിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്തോട്ടാ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ചാറ്റ, ബൈ ബൈ.